ഹലോ ഗൈസ്, വെൽക്കം ടു സ്പെയിൻ. ഇവിടെ ഇനി ന്യൂ ഇയർ കഴിയുന്നവരെ ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ടാവും. അവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വൈനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ജർമ്മനിയുടെ സ്വന്തം ഗുസ് വൈൻ. തിരക്ക് കഴിഞ്ഞിട്ട് ഒരു ദിവസം ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് അതിന് സമയം കിട്ടി. 5 യൂറോ ആണ് ഇതിന്റെ വില. ചെറിയൊരു ഗ്ലാസ്സിലെ ഗുസ് വൈൻ മേടിച്ചു കുടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊക്കെ നമുക്ക് ഇച്ചായനോട് തന്നെ ചോദിക്കാം. കൊള്ളാം. ഒരു എന്താ പറയാ, എന്തോ ഒരു പ്രത്യേക ഒരു സാധനം. ഒരു അങ്ങനെ ചൂടായി തന്നെ ഒരു വൈൻ ചൂടായി കഴിഞ്ഞാൽ ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ടേസ്റ്റ് വൈൻ്റെ ടേസ്റ്റ് ആണെന്ന് തോന്നില്ല. കൊള്ളാം, വെറൈറ്റി ടേസ്റ്റ് ആണ്. കേട്ടില്ലേ, വെറൈറ്റി ഒരു ടേസ്റ്റ് ആണ് അത്ര. ഹാപ്പി ക്രിസ്മസ് ചെയ്തിരിക്കുന്ന ഒരു ഗ്ലാസ് നമുക്ക് കിട്ടി. സുഗന്ധദ്രവ്യങ്ങളായിട്ടുള്ള കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവയെല്ലാം ചേർത്ത് തിളപ്പിച്ചെടുക്കുന്നതാണ് ഗുസ് വൈൻ എന്ന് പറയുന്നത്. അത് കുടിച്ചോണ്ട് ഞങ്ങൾ നേരെ സൊക്കദോറിലേക്ക് വന്നു. ടൊളേദോയുടെ സെന്റർ സൊക്കദോർ ആയതിന്റെ പേരിൽ അമിതമായിട്ടുള്ള ജനത്തിരക്ക് കാണാൻ സാധിക്കും. എന്തോരം ആളുകളാണെന്നറിയാമോ ഈ ലൈറ്റ്സ് ഒക്കെ കാണാനായിട്ട് വരുന്നത്. എല്ലാ ഷോപ്പുകളും ഈ ഒരു സമയത്ത് ഓപ്പൺ ആണ്. ഇവിടുത്തെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ പാർക്കിലേക്ക് നടന്നു. ന്യൂ ഇയർ വരെ ഇവിടുത്തെ ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ ഒരുപാട് ആഘോഷങ്ങളൊക്കെ ഉണ്ട്. പാർക്കിൽ വന്നപ്പോഴാണ് ചുറോ തിന്നാനായിട്ടൊരു കൊതി വന്നത്. അങ്ങനെ ചുറോയും ചോക്ലേറ്റും മേടിച്ചു. ഇനിയിപ്പോ എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കണം. നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം തപ്പിയിട്ടാണ് ഇനി ഞങ്ങളുടെ നടപ്പ്. ചുറോ കണ്ടപ്പോഴേക്കും എനിക്ക് വായിൽ കൊതി ഊറി. ഇനി എങ്ങനെയെങ്കിലും അത് അകത്താകണം. ഒരു കയ്യില് ആവി പറക്കുന്ന ചോക്ലേറ്റ്സ്, ഒരു കയ്യില് ചുറോ. പാവച്ചായൻ നടത്തം കണ്ടിട്ട് സങ്കടമാവുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു സ്ഥലം കിട്ടിയിട്ടോ. കണ്ടോ ഗൈസ്, ലവ് ചിഹ്നത്തിന്റെ ചുറോ. ഇന്ന് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചൂടൻ ചോക്ലേറ്റിന്റെ കൂടെ ചുറോ മുക്കി കഴിക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. എന്റെ പിന്നിൽ കാണുന്ന എന്ത്രോഞ്ഞാല് കണ്ടോ? ഞാൻ ശാരീരികമായിട്ട് കുറച്ച് വയ്യാണ്ടായി പോയി. അല്ലെങ്കിൽ ഇതിന്റെ മുകളിലൊക്കെ പടച്ചു കയറിയാനെ. സാധാരണ മിക്ക ഫീസ്റ്റിലും കങ്കാരി ജമ്പിലും എന്ത്രോഞ്ഞാലിലൊക്കെ കയറ്റുന്നതാണ്. ഈ ഒരു ഫീസ്റ്റിന് മാത്രം പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. എങ്കിലും കുറെ നേരം ആളുകളൊക്കെ സന്തോഷിക്കുന്നത് കണ്ടു നിന്നു. പിന്നെ ഈ പാർക്കിന്റെ ഏറ്റവും അറ്റത്തായിട്ട് ഒരു കുഞ്ഞ് കോസി ഹൗസ് ഒക്കെ കാണാൻ സാധിക്കും. സൂക്ഷിച്ചു നോക്കിയിട്ടും ഞാനൊന്നും കണ്ടില്ല. നിങ്ങൾ എന്തെങ്കിലും കണ്ടോ? എന്താണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായി. പക്ഷെ വെറൈറ്റി ആയിട്ടുണ്ട് അല്ലേ? ഇതിന്റെ അറ്റത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ എന്ത്രോഞ്ഞാലും കാണാം, എന്നെയും കാണാം. അത്യാവശ്യം വലിയ പാർക്കാണ് ഈ ഒരു പാർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാർക്കിന്റെ പകുതിയോളം ഭാഗം എടുത്തിട്ടാണ് ഇവർ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പേടിപ്പിക്കുന്ന മരഭൂതത്തിന്റെ അടുത്ത് നിന്ന് തന്നെ ആവട്ടെ ഞങ്ങളുടെ 2 ഫോട്ടോസ്. ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് വ്ലോഗിൽ നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് വരാം. ബൈ.